ഹായ് ബരീസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു കസ്റ്റം റീസ്റ്റോറേഷൻ ബൈക്കിൽ ഒരു നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ക്ലാമ്പ് നമുക്ക് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ക്ലാമ്പ് നമുക്ക് കട്ട് ചെയ്യണം. ഈ ഒരു ക്ലാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ, ഡ്യൂലക്സ് ആ ഒരു വണ്ടിയുടെയൊക്കെ ഫ്രണ്ടിൽ വരുന്ന നമ്പർ പ്ലേറ്റ് ക്ലാമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലാമ്പാണ്. അപ്പം നമുക്കിത് നേരെ കട്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കറക്റ്റ് സെൻറ്റർ വരുന്നത്. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. വേഗം തെളിയുന്നില്ല, നമുക്കൊരു പോയിൻ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് മാമൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ കട്ടിങ് മെഷീൻ ഇല്ല, അതുകൊണ്ട് മാമൻ്റെ കടയിൽ കൊണ്ടുപോയി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മാമൻ്റെ കടയിലേക്ക് പോവുകയാണ്. പക്ഷേ മാമൻ്റെ കയ്യിൽ കട്ടിങ് മെഷീൻ ഉണ്ട്, പക്ഷേ കട്ടിങ് വീലില്ല. എൻ്റെ ഈ കട്ടിങ് വീലുണ്ട്, പക്ഷേ കട്ടിങ് മെഷീൻ ഇല്ല. എന്തല്ലേ, ഇത് അവിടെ കൊണ്ടുപോയത് മാർക്ക് ചെയ്തത് കട്ട് ചെയ്യണം. ഇതാണ് കട. ആ നടുക്ക് വരച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യിച്ചു. നടുക്ക് ഇതേ കട്ട് ചെയ്തേക്കുന്നുണ്ടോ. ഇനി ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രൂ ബോൾട്ട് കണ്ടോ, രണ്ട് സൈഡിലായിട്ട് കാണുന്നത്, അതിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ബെൻഡ് ചെയ്യണം. അതായത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വശവും അകന്നിരിക്കണം ഈ ഒരു ക്ലാമ്പ്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് നല്ലപോലെ ബെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ബെൻഡ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് ബെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാനൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ആ പൈപ്പിനകത്തോട്ട് ഞാൻ ഈ ക്ലാമ്പ് കയറ്റുവാണ്. ശരി, നമുക്ക് ചെറുതായിട്ട് ബെൻഡാക്കി എടുക്കാം. ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം, കാരണം അല്ല ഇത് വളഞ്ഞു പോകും. അത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ജസ്റ്റ് തിരിച്ചിട്ടാണ് ബെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു വശം നമുക്ക് അതുപോലെ നടുവശം ഒന്ന് ജസ്റ്റ് കറക്റ്റാക്കണം. ജസ്റ്റ് ബെൻഡായിട്ടുണ്ട്. അളവ് നമുക്ക് നോക്കാം കറക്റ്റായതുകൊണ്ട്. കുറച്ചും കൂടി ആകാനുണ്ട്, അതായത് ഇവിടെ വരെ വരണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെൻഡ് ചെയ്തെടുക്കണം. ഇനിയും ബെൻഡാക്കാനുണ്ട്. ഞാൻ പറഞ്ഞു നല്ലപോലെ ബെൻഡാക്കണം. അത്രയും ലെങ്ത് വരുന്നുണ്ട്. ഫൈനലി അങ്ങനെ ക്ലാമ്പ് താണ്ട് എല്ലാം ബെൻഡാക്കി ഈ ഒരു ലെവലിലാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ വരും ക്ലാമ്പ്, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. പിന്നെ ഇതിനകത്ത് ജസ്റ്റ് പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം, കാരണം പെയിൻ്റൊക്കെ പോയി അടിച്ച് ബെൻഡാക്കിയൊക്കെ എടുത്തപ്പം. ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂ ബോൾട്ട് അഴിക്കാം. അയ്യോ, എനിക്ക് അപ്പോഴേ തോന്നി. താഴെ പോയോ? എവിടെ വീട്? കുഴപ്പമില്ല, നമുക്ക് നോക്കിയെടുക്കും. അടുത്ത് ഇപ്പുറത്തേയും കൂടി ബോൾട്ട് ഊരിയെടുക്കും. എങ്ങോട്ടോ പോയി എന്ന് മാത്രം അറിയാം. നോക്കട്ടെ, ഇതിനകത്തോട്ട് വീണോ? ആ, അതിൻ്റെ അകത്താ വീണോ? സൗണ്ട് കേട്ടാ എങ്ങനെ? അതിനകത്തോട്ട് വീണോ? ഇതിൻ്റെ അകത്ത് വീണോന്ന് ചോദിച്ചു. ഈ ഹെഡ്ലൈറ്റിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ആ, അല്ല ഇതല്ല. അങ്ങനെ ആ ഒരു ബോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെഡ്ലൈറ്റ് അടിക്കുക. എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ഏതേലും ഒരു നട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഊരി അത് ആ ഒരു ഹോളിലോ താഴെയൊക്കെ വീഴുന്നു. അതേ ഒരു രീതിയാണ്. കറക്റ്റ് വേണ്ട, ഉള്ളിൽ തന്നെ കിടന്നു. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് അവിടെ അതിൻ്റെ സൗണ്ട് കേട്ടോ. എടുക്കും. നമുക്ക് ഈ ഹെഡ്ലൈറ്റ് തിരിച്ച് സെറ്റ് ചെയ്യാം. അടുത്ത പരിപാടി. ഫൈനലി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ക്ലാമ്പൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ പ്ലേറ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ബോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഇച്ചിരി പെയിൻ്റൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞു, ബെൻഡ് ചെയ്യുന്ന സമയത്ത് പെയിൻ്റൊക്കെ പോയി. ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.